ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾ കൂടിയാണ് ഒരുമിച്ചൊരു വീഡിയോ അല്ലേ? കുറേ നാൾക്ക് ശേഷമാണ് നാളുകൾ കൂടി വീണ്ടും ഞങ്ങൾ യൂട്യൂബ് വീഡിയോ ആക്റ്റീവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ ഞാനും പിന്നിലോട്ട് മടിയായിരുന്നു. തിരക്കുകൾ കൊണ്ട് അല്ലേ, അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോയതാണ്. ഞങ്ങളുടെ ഒരുമിച്ച് കിട്ടുന്ന അവസരങ്ങൾ കുറവായി പോയി. യെസ്, കണ്ണൻ അതിനേക്കാളും ബിസി മാൻ. സോ ഇന്ന് എല്ലാവരും ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ഹോം ടൂറാണ് അല്ലേ? ഞങ്ങളുടെ ചെറിയ വീടിന്റെ ഹോം ടൂർ. അതാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഹോം ടൂർ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ അല്ലേ? പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഇങ്ങോട്ടേക്കാണല്ലോ ചെയ്തോളും പുതിയ പുതിയ വീഡിയോസ്. അത് നമുക്ക് ആലോചിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടിൻ്റെ ഹോം ടൂറാണ്. ഒത്തിരി നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ആ ഹോം ടൂറാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ പള്ളിക്കത്തോടുള്ള വീട്ടിൽ. അതെ, പള്ളിക്കത്തോടുള്ള വീട്ടിലെ ട്രിവാൻഡ്രത്തിൻ്റെ വീടിൻ്റെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹോം ടൂർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് അവിടുത്തെ ഹോം ടൂർ കണ്ടിട്ടുണ്ടായില്ല. ആ ഹോം ടൂർ വേണമെന്നുള്ള ഇതിൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ആ ഹോം ടൂർ കിട്ടും. യെസ്, എന്തൊക്കെ മാറ്റങ്ങളൊന്നും അന്നത്തെ നിന്ന് അവിടെ എന്തൊക്കെ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റും. സോ ഇവിടുത്തെ നമുക്ക് ഹോം ടൂർ ഇവിടെ മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ അല്ലായിരുന്നു ഈ വീട്. ഈ വീടിൻ്റെ പഴയ ഫോട്ടോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന. യെസ്, കാണാൻ വഴിയില്ല, എല്ലാം പോയി. എൻ്റെ ഉണ്ടായിരുന്നു പഴയ കുറേ. എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ണാൻ അയച്ചത് എൻ്റെ ഉണ്ടാവണം ചിലപ്പോൾ. മേ ബി പണി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഫോട്ടോ ഒക്കെ എൻ്റെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ദെൻ കം ഓൺ. ആദ്യം ഞങ്ങൾ ലിവിങ് ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. യെസ്, ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. വളരെ ചെറിയ ലിവിങ് ഏരിയ. യെസ്, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഹോം ടൂർ വീഡിയോ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ട്. വരുമ്പോൾ തന്നെ അതിവിശാലമായ കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞ പോലെ അതിവിശാലമായ ഒരു ലിവിങ് ഏരിയ. എന്ത് പറയൂ ലിവിങ് ഏരിയയെ പറ്റിയിട്ട്? ലിവിങ് ഏരിയയെ പറ്റി പറയാനുള്ളതാണ്. ഈ കളർ ഞാനാണ് ചൂസ് ചെയ്തത്. ഈ സെറ്റ് ഞാനാണ് യൂസ് ചെയ്തത്. ഈ സെറ്റ് എന്റെ അവിടുത്തെ കണ്ടിട്ട് കോപ്പി അടിച്ചാണ് ഗൈസ്. അത് കണ്ട് അതുപോലെ കോപ്പി അടിച്ചതാണ് ഈ സെറ്റ്. അതുകൊണ്ട് ഞാനാണ് സെലക്ട് ചെയ്തത്. മനസ്സിലായില്ലേ? കളർ എന്റെ നിന്ന് കോപ്പി അടിച്ചതാണ്. അപ്പൊ അത് ഞാനാണ് സെലക്ട് ചെയ്തത്. സോ പെയിന്റിംഗ് മാച്ചാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ കട്ടനുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു ഈ കട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ആ കട്ടൻ കണ്ണന്റെ കളർ സെലക്ഷൻ ആണ്. പക്ഷെ എന്റെ സെലക്ഷൻ അല്ല അത്. ബെഡ്റൂമിന്റെ കളർ കണ്ടിട്ട് ബെഡ്റൂമിന്റെ കളർ ഞാനാ സെലക്ട് ചെയ്തത്. ബെഡ്റൂമിന്റെ കളർ സെലക്ഷൻ ഞാനാ പറഞ്ഞത്. ആരാ പറഞ്ഞേ? നിന്റെ ഡ്രസ് കണ്ടിട്ട് ഞാനാ പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത് ബെഡ്റൂമിൽ ബേജും മെറൂണും വേണമെന്ന് ഞാനാ പറഞ്ഞത്. സോ എനിക്ക് കളർ ചാർട്ട് അയച്ചു തന്നു. ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് അയച്ചു തന്നപ്പോ ഞാൻ ബെഡ്റൂമിന്റെ കളർ ഈ കളർ എന്നോട് ചോദിച്ചതേ ഇല്ല. ഇവിടുത്തെ കളർ ഈ ഹോളിന്റെ ഇത് കണ്ണന്റെ കളർ ചോയ്സ് ആണ്. ഇവിടുത്തെ കളർ ചോയ്സ് പക്ഷെ കൊള്ളാം, നൈസാണ്. പക്ഷെ കർട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കർട്ടൻ എനിക്ക് അങ്ങോട്ട് വലിയ ഇച്ചിരി കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളാം എന്നുണ്ട്. ഒഫീഷ്യലി അങ്ങനെ ഒരു ഡിസൈൻ ആയിട്ട് ഒരു കട്ടൻ ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ അന്ന് കല്യാണത്തോടനുബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് കട്ടൻ ചെയ്തതാണ്. അല്ലാതെ നമ്മള് മേടിച്ച കട്ടനാണ്. കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഓപ്പണിംഗ് വീഡിയോ കണ്ടായിരുന്നു കേസ്. അത് എവിടെയൊക്കെ ആയി പോയി, ഫോണൊക്കെ കേടായി, അത് പോയി. ദെൻ ഇത് കല്യാണത്തിന് കിട്ടിയതാ. അത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള മൊമെന്റോസ് ആണ് കേട്ടോ. ഈ മൊമെന്റോസ് ഒക്കെ അല്ലേ? ഈ മൊമെന്റോസ് ഒക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ മൊമെന്റോസ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ട്രിവാൻഡ്രത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. സോ ആ മൊമെന്റോ ആണ് ഇത്. വന്നിട്ട് MAG ഗ്രൂപ്പിന്റെ ആണ് കേട്ടോ. അത് ഇനോഗ്രേഷൻ ചെയ്തപ്പം എനിക്ക് കിട്ടിയതാണ്. സോ അവരുടെയാണ് ഈ മൊമെന്റോ. പിന്നെ അതിനുശേഷം
ഇത് സുരേഷ് ഗോപിയുടെ പ്രോഗ്രാമിന് പോയപ്പം അങ്ങനെ കിട്ടിയതാണ്. ദെൻ ഇത് അസാലിയാസ് ബ്യൂട്ടി പാർലർ ഇനോഗ്രേഷൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇത് സർഗ കൈരളിയുടെ പ്രോഗ്രാമിന് കിട്ടിയതാണ് കേട്ടോ. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ആ വീഡിയോ ഫോട്ടോസ് ഒന്നും ഇട്ടിട്ടില്ല, അത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം അതിന് കിട്ടിയതാണ് ഈ മൊമെൻറ്റോ. ദെൻ ഇത് കിരണത്തിൻ്റെ പ്രോഗ്രാമിന് കിട്ടിയതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഞാനും കണ്ണനും കൂടെ പോയത്, നമ്മൾ ഒരുമിച്ച് പോയതാണ് കിരണത്തിൻ്റെ പ്രോഗ്രാമിന്. കിരണത്തിൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യണേ, അതിന് കിട്ടിയതാണ്. അതിന് കിട്ടിയ സാധനമൊന്നും ഇതായില്ല. ഇത് ഒരു ഇനോഗ്രേഷൻ കൊണ്ട് കിട്ടിയ ബൊക്കെയാണ്, നല്ല രസമുണ്ട്. അവർ എനിക്ക് വേണ്ടി പ്രത്യേകം മേക്ക് ചെയ്താണ് പറഞ്ഞത്. ഇത് വയ്ക്കാനായിട്ട് ഒരു ഫ്ലവർ വൈസ് ഓർഡർ ചെയ്തു, അവിടെ അത് വന്നപ്പോൾ പൊട്ടിപ്പോ. വീണ്ടും ഇതിങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇത് അന്ന ആള് കാണുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രീഷ്യസ് ആയിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ ലിവിംഗിൽ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് ഞങ്ങളുടെ ഹൽദിയുടെ ഫോട്ടോയാണ്. വെഡിങ്ങിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് ഹൽദിയുടെ ഫോട്ടോ. പക്ഷെ ഇത് ആര് തന്നാണെന്ന് അറിയില്ല. ആരാണ് വീഡിയോ കാണുമെങ്കിൽ കമന്റ് ചെയ്യാൻ. നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ ഫോട്ടോ. നല്ല രസമുള്ള ഫോട്ടോയാണ്. അടുത്ത ഫോട്ടോ ഇവിടെ എന്റെ അവിടുത്തെ അല്ല, അമ്മയുടെ കുടുംബശ്രീ ദേശാഭിമാനി കുടുംബശ്രീയുടെ ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ അമ്മയുടെ കുടുംബശ്രീക്കാരൊന്നും തന്നില്ല. ഇത് നമ്മള് എന്തിനെടുത്തായിരുന്നു? സേവ് ദ ഡേറ്റിന്. അതെ, ബീച്ചിലെടുത്ത ഫോട്ടോയാണ്. പക്ഷെ അവര് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി. രസമുണ്ട്. താങ്ക് യു. അതും ഗിഫ്റ്റ് കിട്ടിയതാണ്. കല്യാണത്തിന് കുറെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ലിവിംഗ് റൂമിന്റെ ഇൻട്രൊഡക്ഷൻ കണ്ണൻ ചെയ്തത് കൊണ്ട് ബെഡ്റൂമിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ചെയ്യാൻ വിചാരിച്ചു. സോ വെൽക്കം. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഏരിയ വീട് വളരെ പണിയണമെന്നുള്ള ആഗ്രഹമായിരുന്നു. വീട് മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ണന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു കേട്ടോ, വീട് ചെയ്ത്. ദുബായിലെ മലരാരണ്യങ്ങളിൽ ഷെയ്ഖിന്റെ ഒട്ടകത്തിന്റെ പാല് കറന്നാണ് ഗൈസ്. 2024 ഇത് പൊളിച്ചിട്ട് ഇവിടെ ഒരു ഇതാണ്, ഇതൊരു ചായ്പായിരുന്നു. ചായ്പിന്റെ ഏരിയ ആണ്. ഒന്നുമില്ലായിരുന്നു, ഒരു റൂം, ഒരു ഹാള് മാത്രമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഹാളും ഒരു ബാത്റൂം മാത്രമായിട്ട്. ആ ഏരിയ ഫുള്ള് പൊളിച്ചിട്ടാണ്. പക്ഷെ എന്തോ എന്നോട് ഇങ്ങനെ ചോദിച്ചു, പെയിന്റിന്റെ കാര്യമൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിലം അല്ലേ, നിലത്തിന്റെ കാര്യം ചോദിച്ചില്ലേ, ടെയിൽ എങ്ങനെ വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് മതിയെന്ന് പറഞ്ഞു. യെസ്, വുഡൻ ടൈൽ. ഷൈജോ പറയരുത്, കുറെ നാളെടുത്ത് ഒരു 2 വീട് പണിയുന്ന സമയം എടുത്താണ് ഗൈസ് ഇത് പണിത്. പക്ഷെ നൈസായിട്ട് കളറൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞ ചുവരിന് ബേജും പിന്നെ അതുപോലെ എനിക്കിങ്ങനത്തെ. പക്ഷെ ഈ കർട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ. അതെ, ഡ്രസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡ്രസ് ഇട്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ആ കളർ മനസ്സിലേക്ക് വന്നു. അപ്പോഴാണ് ഈ കളർ നമുക്ക് ഒരു സൈഡ് കൊടുക്കാം, ബാക്കില് കൊടുക്കണം. അങ്ങനെ പോയത് പറഞ്ഞത് മിക്സ് ചെയ്തെടുത്തതാണ് ഈ സാധനം, ഈ കളർ. അങ്ങനെയാണ് നമ്മുടെ ഷോണും ഞാനിവിടെ പെയിന്റർ. ഇപ്പോൾ ഷോണില്ല, ഷോൺ ദുബായിലാണ്. ഈ കളറിലേക്ക് വന്നത്. പക്ഷെ നൈസ്, നല്ല കളറാണ്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ ഫോട്ടോ സോമു എന്നെ എടുത്ത ഫോട്ടോ. സോമു കല്യാണത്തിന് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോയാണ്. നല്ലൊരു ഫോട്ടോയാണ് കേട്ടോ. നല്ല നമ്മുടെ സേവ് ദ ഡേറ്റിന്റെ നല്ലൊരു ഫോട്ടോയാണ്. എന്നും രാവിലെ കണി കണ്ടുണരുന്ന എൻ്റെ ഈ ചിരിച്ച മുഖം കണ്ടിട്ടാണ് ഗൈസ്.
രാവിലെ എണീക്കുമ്പോൾ അതൊക്കെ നോക്കുന്നത്. അതെ, അത് നോക്കി ഉണർന്നു കഴിഞ്ഞാൽ കണ്ണൻ എന്നും പോസിറ്റീവ് ഡേ എന്നാണ് പറയാറുള്ളത്. വെച്ചടി കേട്ടാന്ന് പറഞ്ഞത് എന്റെ പിന്നെ നമ്മളെ ബെഡ് എടുത്ത് കട്ടിലെടുത്ത് അങ്ങനെയുള്ള എല്ലാം കൂടെ എല്ലാം പോയി എടുക്കുമായിരുന്നു. അങ്ങനെ കല്യാണ സമയത്ത് ഇതെല്ലാം ചെയ്തെടുത്തത്. കല്യാണം ആയപ്പോഴത്തേക്കാണ് മൊത്തം പണിയെല്ലാം തീർന്നത്. അന്നേരം ഫർണിച്ചർ മൊത്തം ഒന്നും ഇല്ല, ഇത് കാണുന്നൊന്നുമില്ല. ഈ ഒരു കട്ടിലുണ്ട്, പിന്നെ ഇതുണ്ട്, അവിടെ ഒരു എന്താ പറയാ ഒരു വാർഡ്രോബ് ഉണ്ട്, ഒരു വലിയൊരു ആഗ്രഹം എപ്പോഴും പറയാം എനിക്ക് ഡ്രസ്സിംഗ് ടേബിൾ അങ്ങനെ ഡ്രസ്സിംഗ് ടേബിൾ എടുത്ത്. അതെ, ഈ ഡ്രസ്സിംഗ് ടേബിള് ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ഇങ്ങനെ ഡ്രസ്സിംഗ് ടേബിൾ വേണം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഞങ്ങളുടെ തന്നെ ബ്യൂട്ടി സൗന്ദര്യവർദ്ധക സ്ഥാപന ജംഗമ. അയ്യോ എൻ്റെ പൊന്നെ, ഒന്നും എൻ്റെതില്ല എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം എല്ലാം എൻ്റെതാണ്, പക്ഷെ ഇടുന്നതെല്ലാം അദ്ദേഹമാണെന്ന് മാത്രം. കൺസീലർ വേണം, പിന്നെന്താ സ്റ്റിക്ക് വേണം, എൻ്റെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ വേണം, അങ്ങനെ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നത്. പെർഫ്യൂം വേണം, ഇതെല്ലാം വേണ്ടത് അവിടെയാണ്. പെർഫ്യൂം കുളിക്കുകയാണ്, ഓരോ ദിവസവും ഇങ്ങനെ കുളിച്ചാണ് നടക്കുന്നത് പെർഫ്യൂമിൽ. സോ എന്നിട്ട് പറയണ എല്ലാം എല്ലാം എൻ്റെതാണെന്ന്. വൈ അത് എല്ലാം എൻ്റെതാണെന്ന് പറയുന്ന കാര്യം, ഇത് നമ്മുടേതാണ്, എൻ്റെ സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പറയും എനിക്ക് ഒരു സാധനങ്ങളില്ല. അയ്യോ സോ സ്വീറ്റ്. ഈ ടേബിൾ ലാമ്പ് എല്ലാം ഇതെല്ലാം എൻ്റെ സെലക്ഷനാണ്. ഈ ലാമ്പുകൾ ഇതെല്ലാം എൻ്റെ ഓൺ സെലക്ഷനാണ്. അങ്ങനെ ഒരു വലിയ കളർ സെലക്ഷൻ എന്നുള്ള ആളെ അല്ല കണ്ണൻ, വലിയ പഴഞ്ചനാണ്. നമ്മൾ ജെൻസിയെ പോലെ അല്ല ഗൈസ്. പിന്നെ ഇവിടെ നമ്മളൊരു ബക്കറ്റ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു കാണാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക സെപ്പറേഷൻ ആയിട്ടൊരു ഏരിയ ബാത്റൂം. ഡ്രസ്സിംഗ് ടേബിളും ഒരു ലൈറ്റും വെക്കാൻ വേണ്ടിയാണ്. ലൈറ്റിൻ്റെയാണ് കണക്ഷൻ അവിടെ ഇട്ടേക്കുന്നത്. അത് കൊടുത്തിട്ടൊന്നുമില്ല. അവിടെ ഒരു ലൈറ്റും കൊടുത്ത് ടേബിളും അവിടെ വെക്കാനുള്ള സെറ്റപ്പിലാണ്. അവിടെ ഒരു അല്ലെങ്കിൽ ഒരു മിറർ കൊടുക്കാൻ വേണ്ടിയാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ബാത്റൂം, ഒരു അതിവിശാലമായ ബാത്റൂം ഉണ്ട്, ചെറിയൊരു ബാത്റൂമാണ്. പിന്നെ ഇവിടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. ഒരു ബുദ്ധ ആൻഡ് ഒരു ഇതുണ്ട്, പിന്നെ ഒരു കൃഷ്ണന്റെ ഓടക്കുഴലും പീലിയെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പൊട്ട്, സാന്ത്, ചീപ്പ്, സിന്ദൂരം, എൻ്റെ കോമ്പ്, എൻ്റെ ഒരു കോമ്പെങ്കിൽ കണ്ണൻ്റെ 2 കോമ്പ്, മാറി മാറി വെറൈറ്റി ആയിട്ട് ഇടാനായിട്ടുള്ള. പിന്നെ കബോർഡ്, ഈ വലിയ കബോർഡ് ഉണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ സ്പേസേ ഉള്ളൂ കേസ്. ബാക്കിയുള്ള എല്ലാം ഈ വലിയൊരു കബോർഡ് ആണെങ്കിൽ എനിക്ക് ആകെ ഒരു ചെറിയ സ്പേസും കണ്ണന് ആണ് ഏറ്റവും വലിയ സ്പേസ്. ആ ഒരു ഫുള്ള് മാത്രമേ ഉള്ളൂ എനിക്ക്, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, വേറെ ഇല്ല എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ എൻഗേജ്മെന്റിന്റെ സമയത്താണോ? യെസ്, എൻഗേജ്മെന്റിന്റെ സമയത്താണ് ഇത് പണിയാൻ തുടങ്ങിയത്. കല്യാണത്തിന്റെ 2 ആഴ്ച മുമ്പാണ് കേസ് എല്ലാ പണിയും പൂർത്തിയായത്. അല്ല പൂർത്തിയായല്ല, ബാക്കി പണിയെല്ലാം തീർന്നായിരുന്നു. ബാക്കി ചെയ്യാനുള്ള പെയിന്റിങ്ങും ബാക്കി മെയിൻ്റെനൻസും ബാക്കിയുള്ള ഇതും എല്ലാം കഴിയാൻ 2 ആഴ്ച മുന്നേ, ജൂണില് ഒക്കെ കൂടി എല്ലാം കൂടെ ചെയ്യും. 2 ആഴ്ച മുന്നെയാണ് എല്ലാം കഴിഞ്ഞതും എല്ലാ ഇതും കഴിഞ്ഞത്. പിന്നെ കല്യാണമായി. കല്യാണത്തിന്റെ അവിടെ ഇങ്ങോട്ട് ഇവിടെ വരുമ്പം ഇവിടെ എങ്ങനെ വേണം. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഈ ബെഡ്ഷീറ്റ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അന്ന് ഇട്ടിരുന്ന ബെഡ്ഷീറ്റാണിത്. ഒരു ഗോൾഡൻ ബെഡ്ഷീറ്റാ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത്. കണ്ണൻ ഗോൾഡനും റെഡും ഇവിടെ 2 ബെഡ്ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ റെഡ് ബെഡ്ഷീറ്റാണ്. ഞാൻ ഈ ബാക്കിൽ ഈ മെറൂണും ആയത് കാരണം ഞാൻ കരുതി ഈ മെറൂണ് വിരിച്ചാൽ ശരിയാവില്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും നല്ലതായിരുന്നു. നല്ല ഒരു കളർ കണ്ടോ, ബാക്കിലത്തെ ആ കളറും ഈ ഷീറ്റ് കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളിയാ. അത് എനിക്ക് ഇഷ്ടമായി. 2 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെച്ചു. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, കളറും പോകുന്നില്ല, നല്ല ബെഡ്ഷീറ്റാണ്. എവിടുന്ന് വാങ്ങിയതാ? ഇത് കണ്ണൻ വാങ്ങിയതാ. പക്ഷെ ഗോൾഡൻ ബെഡ്ഷീറ്റ്, ഒരു ഗോൾഡൻ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ വാങ്ങിയത്. അതാണ് മാരേജ് കഴിഞ്ഞിട്ട് വിരിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്.
അങ്ങനെ പിന്നെ പിന്നെ എങ്ങനെ പിന്നെ ഇത് പണിയുന്നില്ലല്ലോ. പണിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സമയത്ത് അത്രയും ദിവസം എടുത്തു. അപ്പൊ ഞാൻ എന്നും ചോദിക്കും എന്തായി പണി എന്തായി. ഓരോ ദിവസം എനിക്ക് അപ്ഡേഷൻ അയച്ചു തരും കേട്ടോ, ഫോട്ടോ. അല്ല, സാഹചര്യത്തിന്റെ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മളിങ്ങനെ അപ്ഡേഷൻ ചോദിക്കും, എന്തായി ഇതെന്തായി, പിന്നെ അതിനിടയ്ക്ക് അതിപ്പോ എല്ലാ ഗൾഫുകാരുടെയും ഇതാണ്. ഗൾഫിൽ നിന്ന് പഠിപ്പിക്കുന്ന എല്ലാവരുടെയും ഇവിടെ നിന്ന് അവർ വീഡിയോ കോൾ ചെയ്ത് കാണുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തുള്ളത്. കാരണം അവരുടെ പ്രസൻസ് ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇവിടെ കിട്ടണ്ടേ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ടൈലിന്റെ കാര്യം പറഞ്ഞു, ടൈൽ വെക്കുന്ന കാര്യം പറഞ്ഞു, അങ്ങനെ ടൈലിന്റെ ഓരോ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നായിരുന്നു പുള്ളി. പിന്നെ അതിൽ നിന്ന് ഇവർക്ക് അയച്ചു കൊടുത്തു. പിന്നെ ടൈൽസ് ഒരു 10-12 മോഡല്. പക്ഷെ എനിക്ക് എന്തോ ഇങ്ങനെ ഞാൻ കുറെ ഹോട്ടൽസിലൊക്കെ പോയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈപ്പ് ടൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോ നല്ല രസമുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ബെഡും അതുപോലെ തന്നെ. കണ്ണൻ ബെഡ് നമ്മളെ വീട്ടിലുള്ള അല്ലേ അങ്ങനത്തെ ബെഡാ നോക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വേണ്ട, ചെറിയ ബെഡ്. അത് കുറച്ചുകൂടി വലുതാണ്, കിങ് സൈസ് ആണ്. അപ്പൊ എന്നോട് അങ്ങനത്തെ വലിയ ബെഡാ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വലിയ ബെഡ് വേണ്ട, ചെറിയ ബെഡ് മതി എന്ന് പറഞ്ഞു. അത് ചെറിയ ബെഡ് മതി എന്ന് പറയാൻ കാരണം ചെറിയ ബെഡ് മതി എന്ന് പറഞ്ഞാൽ കാരണം ഇല്ല ചെറിയ ബെഡ് ആണെങ്കിലേ എത്ര പിണക്കമുണ്ടെങ്കിലും അടുത്ത് കിടക്കും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ ബെഡ് മതി. അതുകൊണ്ടാണ് ചെറിയ ബെഡ് അല്ലേ. പക്ഷെ എന്നോട് എല്ലാം ചോദിച്ചു കേട്ടാ, എല്ലാം ചോദിക്കും. അത് വേണോ ഇത് വേണോ, ഫോട്ടോ ഇട്ട് അങ്ങനെ മതിയോ ഇങ്ങനെ മതിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഏകദേശം ഞാൻ വന്നപ്പോഴത്തേക്ക് എന്റെ അവിടത്തെ പോലെ ആക്കാൻ വേണ്ടിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു ലക്ഷറി ആയിട്ട് അങ്ങനത്തെ ഒന്നുമല്ല. ആദ്യമേ അറിയാം, ഞാൻ പഴയ വീടും കണ്ടിട്ടുള്ളതാണ്, ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി ലേറ്റ് ആവാനുള്ള കാര്യത്തിന് ഏറ്റവും മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര തിങ്സ് ഒക്കെ കൊണ്ടുവരാനല്ലേ. സാറാ നമുക്ക് വഴിയില്ലാത്തത് ചുമട്ടുകൂലി കൂടുതൽ, നമുക്ക് വഴി ആക്സസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി വരാനുള്ള സൗകര്യം, നടന്നു വരാനുള്ള വഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലോഡിങ്ങാനെല്ലാം അവര് യൂണിയൻകാർക്ക് കൊടുത്താൽ ചെയ്യിപ്പിക്കുന്നത്. സകല സാധനങ്ങളും ചുമന്നാണ്. അത് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഒരു വീട് പണിയുന്ന പൈസയായി ഈ ലിവിങ്ങും ഈ ബെഡ്റൂമും ചെയ്തപ്പോ മെയിൻ്റെനൻസ് ചെയ്തപ്പോ ആയി. പക്ഷെ അതങ്ങനെയാണ്, ഞാനത് മൊത്തത്തിലെ പൊളിച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്തത്. പിന്നെ കണ്ടത് ഇങ്ങനെ പഴമ നിലനിർത്തി അങ്ങനെ വേണം, പണ്ടത്തെ ആ പോർഷൻസ് ഒക്കെ അങ്ങനെ തന്നെ നിർത്തി അതൊന്ന് മെയിൻറ്റെയിൻസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഫ്രണ്ട് പോർഷൻ ഒക്കെ കുറച്ച് ഇളക്കിയിട്ട് അച്ഛന്റെ ജനിച്ചു വളർന്ന തറവാണ്. അതുകൊണ്ട് പിന്നെ എനിക്കും പൊളിച്ചു മാറ്റിക്കളാണ്. അച്ഛൻ എത്ര പറയാനുണ്ടോ അത്ര ഉണ്ടായിട്ടുണ്ട്. അതിന് മുമ്പ് ഇത് പഴയ വീടുകളെ ഓലയൊക്കെ മെണഞ്ഞും മറ്റേ തറയൊക്കെ മറ്റേ ചാണകം ഇട്ട് മറ്റേ എന്താ പറഞ്ഞ ചാണകം മെഴുകിയ തറ ഓലയായിരുന്നു ഇത് മേൽക്കൂരയൊക്കെ. വല്യമ്മ കെട്ടിക്കൊണ്ട് വന്നപ്പോ ഉണ്ടായിരുന്ന വീടാ ഇത്. വല്യമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ അല്ല അച്ഛന്റെ അമ്മ. അതന്നെ കണ്ണന്റെ അച്ഛന്റെ പറയാവുന്ന കണ്ണന്റെ അച്ഛന്റെ അമ്മയാണ് വല്യമ്മ. വല്യമ്മയെ കല്യാണം കഴിച്ചോണ്ട് വന്നത് ഇവിടെയാണ് അല്ലേ. അച്ഛൻ കൂട്ടു കുടുംബം ആയിരുന്നു. പിന്നെ എല്ലാരും സെപ്പറേറ്റ് ആയി ഇങ്ങനെ ഇതായിട്ട് പോയി. അച്ഛനാണ് ഈ വീട് കിട്ടിയത്, തറവാട് കിട്ടിയത് അച്ഛനാണ്. പിന്നെ മകൻ മെയിൻറ്റെയിൻ ചെയ്തു. മകൻ ഇങ്ങനെ പഴമയൊക്കെ വേണം. പിന്നെ ഏറ്റവും മെയിൻ പ്രത്യേകത ഞാൻ പൊളിച്ചു കളയാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞു കളയരുതെന്നാ പറഞ്ഞത്. എനിക്ക് അതാ എനിക്ക് ആ നടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇങ്ങനെ പടിയൊക്കെ കയറിയിട്ട് ഇങ്ങനെ
എല്ലാവർക്കും അറിയാം 18ാം പടി വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേമസ് ആണ് ഗൈസ്. 18ാം പടി എന്ന് പറയുന്നുണ്ടെങ്കിൽ മൊത്തം 22 പടികളുണ്ട്. പക്ഷെ എല്ലാരും പറയാനുള്ള 18ാം പടി വീടെന്ന് പേര് 18. സോ അതൊക്കെയാണ് വിശേഷം. എല്ലാം കാണിച്ചു തരുന്നത് എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോയുടെ ടൈം ഒത്തിരി ആയിപ്പോ, അപ്പൊ നിങ്ങൾക്ക് ബോർ അടിക്കും. അടുത്ത ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോ. അപ്പൊ പുതിയ വീഡിയോ കാണുന്നതിന് ബൈ ബൈ. ഇനി നമ്മള് കണ്ടിന്യൂസ്ലി വീഡിയോ വേണമെങ്കിൽ അല്ലേ, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ണ് ഫ്രീ ആവണമെങ്കിൽ as usual. Yes, yeah. Okay guys, bye bye.